ഈ കാണുന്നത് സോണിയുടെ കാർ സ്റ്റുഡിയോ സെറ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാർ സ്റ്റുഡിയോ സെറ്റ് നമുക്ക് വീട്ടിലും പാട്ട് കേൾക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ മിക്കവരും വണ്ടികളിലൊക്കെ ആൻഡ്രോയിഡ് സെറ്റ് മേടിച്ച് വെക്കുമ്പോൾ ഇതുള്ള പഴയ സെറ്റുകളൊക്കെ ഒഴിവാക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റുകളൊക്കെ നമുക്ക് വീട്ടിലും പാട്ട് കേൾക്കാൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു കണക്ഷൻ കൂടി ഒന്ന് പറഞ്ഞുതരാം എങ്ങനെയാണ്. ഇതിൻ്റെയൊക്കെ ബാക്കിൽ ഇതുപോലെ ഒരുപാട് വയറുകൾ കാണുമ്പോൾ മിക്കവർക്കും ഡൗട്ടുകളായിരിക്കും ഇതെവിടേക്കാണ് കൊടുക്കേണ്ടത് എങ്ങനെയൊക്കെയാണെന്നല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കണക്ടറിൽ ഒരുപാട് വയറുകൾ വരുന്നതിൽ ഏറ്റവും വണ്ണം കൂടി 2 വയറുകൾ കാണും. അതാണ് പവർ സപ്ലൈ കൊടുക്കാനുള്ള വയർ. അപ്പോൾ ഇതിൽ 2 വണ്ണം കൂടിയ വയറാണുള്ളത്, ഒരു യെല്ലോ വയറും ഒരു ബ്ലാക്ക് വയറും. അപ്പോൾ ഇതിലേക്ക് മാത്രം സപ്ലൈ കൊടുത്തത് വർക്ക് ചെയ്യില്ല. ഇതിൽ വണ്ണം കുറഞ്ഞ റെഡ് വയർ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ റെഡ് വയർ ഈ ഒരു മഞ്ഞ വയറിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തെങ്കിലാണ് വർക്ക് ചെയ്യുള്ളൂ. ഇതിൽ ബ്ലാക്ക് വയർ നെഗറ്റീവും മഞ്ഞ വയർ പോസിറ്റീവും റെഡ് വയർ അത് REM എന്ന് പറയും. അപ്പോൾ ഇതിൽ പോസിറ്റീവ് വയറും REM വയർ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തെങ്കിലാണ് വർക്ക് ചെയ്യുള്ളൂ. അതുപോലെ ഇങ്ങനെയുള്ള സെറ്റുകളുടെ മുകളിൽ വലിയ സ്റ്റിക്കറായിട്ടോ അല്ലെങ്കിൽ ഓരോ വയറിൽ ടാഗായിട്ടോ ഓരോ വയറിൻ്റെയും കണക്ഷൻസും ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്കിതെല്ലാം കണ്ടുപിടിക്കാനും വളരെ എളുപ്പമാണ്. ബാക്കിയുള്ളതെല്ലാം സ്പീക്കറിലേക്കുള്ള വയറാണ്. ഇത് 4 ചാനൽ സ്പീക്കർ ഔട്ടാണുള്ളത്. ഈ കാണുന്ന ഈ ബ്ലൂ വയർ ഇത് FM ആൻറ്റനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഈ കാണുന്ന പോലത്തെ ഒരേപോലെ നിറമുള്ള 2 വയറുകൾ ഇങ്ങനെ ചേർന്ന് വരുന്നത് ഇതെല്ലാം ഓരോ സ്പീക്കർ ഔട്ടിലേക്കുള്ള. കറണ്ടിലേക്ക് വർക്ക് ചെയ്യുന്ന ആംപ്ലിഫയർ മേടിക്കാൻ പൈസ ഇല്ലാത്തവർക്കാണെങ്കിൽ ഇങ്ങനത്തെ കാർ സ്റ്റുഡിയോ സെറ്റുകൾ മേടിച്ചാൽ മതി. വിലക്കുറവുണ്ട്. ഇത് നമുക്ക് കറണ്ടിൽ വർക്ക് ചെയ്യണമെങ്കിൽ 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററോ അല്ലെങ്കിൽ SMBS ഒക്കെ മേടിക്കാൻ കിട്ടും. ഇത് വർക്ക് ചെയ്യാൻ മിനിമം 12 വോൾട്ട് 2 ആംപിയറിൻ്റെ അഡാപ്റ്റർ പോലും വേണം. പിന്നെ അത്യാവശ്യം നല്ല സൗണ്ടിൽ പാട്ട് വെക്കാനൊക്കെ ആണെങ്കിൽ 12 വോൾട്ട് 5 ആംപിയറിന് മുകളിലുള്ള SMBS മേടിച്ച് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റുകളൊക്കെ മേടിച്ച് പാട്ട് വെക്കാനാണെങ്കിൽ നല്ലൊരു ഫീലിംഗ് കിട്ടും. സൗണ്ടിനൊക്കെ നല്ല ക്ലാരിറ്റി ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി കൂടി ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം.